ഒക്കെ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. സെക്കൻഡ് ഹാഫ് കൊള്ളാം, നല്ല സ്റ്റോറിയും കാര്യങ്ങളൊക്കെയാണ്. പെർഫോമൻസ് ഒക്കെ അടിപൊളി. ജയറാമിൻ്റെയും ഉർവശിയുടെ എല്ലാം ഭയങ്കര ഒരു അവരുടെ കോംബോ ഒക്കെ ഭയങ്കര രസമുണ്ട്. ത്രൂ ഔട്ട് കൊള്ളാം. അങ്ങനെയൊന്നുമല്ല, ഇത് കൂടുതലും കോമഡി ജനറാണ്. കുറച്ചും കൂടെ കൊള്ളാം. നല്ല പടം. നല്ല രസമുണ്ട്. അത് ഭയങ്കരമായിട്ട് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് വിട്ടിട്ടുണ്ട്. ഫസ്റ്റ് ത്രൂ ഔട്ട് അതുണ്ട്. കോമഡി ഉണ്ട്. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്. അത് ഭയങ്കര നാച്ചുറൽ ആയിട്ടുള്ള കോമഡി. നമുക്ക് അങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല, ഭയങ്കര രസമുണ്ട്. അത് സോങ്സ് കുഴപ്പമില്ല, അങ്ങനെ ഒരു ഇമ്പോർട്ടൻസ് ഉള്ള ഇതല്ല. പക്ഷെ ത്രൂ ഔട്ട് കൊള്ളാം പടം. ഒരു ഡ്രാമ ടൈപ്പാണ്, പക്ഷെ ഒരു മിക്സഡ് ആണ്. ഭയങ്കര രസമുണ്ട്. നമുക്ക് ബോർ അടിക്കില്ല. ഭയങ്കര എൻഗേജിങ് ആണ്. കോമഡിയും ആയിട്ടൊക്കെ പറഞ്ഞാൽ ഫാമിലി പടം. കുഴപ്പമില്ല, കൊള്ളാം. നല്ല ആക്ടിങ് ആയിരുന്നു. സിനിമ കുഴപ്പമില്ല, ഫാമിലി പടം. കുഴപ്പമില്ല, കാണാൻ കൊള്ളാം. ഉർവശിയുടെയും ജയറാമിൻ്റെയും അഭിനയമൊക്കെ കൊള്ളാം. കോംബോ കൊള്ളാം. അവർ രണ്ടിലുള്ള കോംബോ ഒക്കെ നൈസാണ്. ചിരി അവർ ആദ്യം മുതലേ അവസാനം വരെ തന്നെ ചിരിച്ച് കണ്ടോണ്ടിരിക്കും. കോമഡിക്ക് പ്രാധാന്യമുള്ളതാണ്. കോമഡിക്ക് ഉണ്ട്. അതെ, നല്ല പടമായിരുന്നു. നമുക്ക് ഒത്തിരി ചിരിക്കാൻ പറ്റി. കുറേ മോഹിനിയാട്ടത്തിന് ശേഷം പിന്നെ ഒത്തിരി ചിരിച്ചുള്ള പടമാണ് ഇത്. നൈസായിരുന്നു. നല്ല കോംബോയാണ്. കുറേ നാൾക്ക് ശേഷം ഇങ്ങനെ നൈസ് ഒരു കോംബോ കാണും. കോമഡി മെസ്സേജും എല്ലാ സംഭവങ്ങളും ഉണ്ട്. കുറച്ച് മെസ്സേജും കാര്യങ്ങളൊക്കെ കുറച്ച് കുത്തിത്തിരിവ് പോലെ ആയിട്ടാണ് തോന്നിയത്. നല്ലൊരു സിനിമയെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർ ഫുൾഫിൽ ചെയ്തിട്ട് തന്നെ മുമ്പോട്ട് പോയിട്ടുണ്ട്. നല്ല അഭിനയമൊക്കെ സൂപ്പറായിട്ടുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. നല്ല കോമഡി ആയിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. നല്ല കോംബോ ആയിരുന്നു. കൊള്ളായിരുന്നു. നല്ല ചിരിക്കാനൊക്കെ കുറേ ഉണ്ടായിരുന്നു. പിന്നെ ദൃശ്യത്തിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. ഫുൾ കോമഡിയാണ്. കോമഡി കാണണം. അതിലാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. വിജയ് ആദ്യം കാണിക്കും, CM-ന്റെ അത് കാണിക്കും. അത് കോമഡി നല്ല സിനിമ തന്നെ ആട്ടാ. എന്ന് വെച്ചാൽ വിജയനെ കാണിക്കില്ല. വിജയ് ആ ടൈറ്റിൽ കാർഡ് മാത്രം ഒന്ന് കാണിക്കും. അതിന് വേണ്ടി മാത്രമാണ് ഈ കാണാൻ.